ഓം സ്വാമിയേ ശരണമയ്യപ്പ. കാളിയപ്പുറത്തമ്മ ദേവിലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാത്രിപുരസുന്ദര്യേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 300 നാമങ്ങൾ നമ്മൾ അനുസ്മരിച്ച് കഴിഞ്ഞു. ഇനി 301 നാമമാണ്. ഓം ഹ്രീം കാര്യൈ നമ. ഹ്രീം എന്ന ബീജാക്ഷരത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ്. ഹ്രീം എന്നത് ഭുവനേശ്വരി എന്ന് പറയുന്ന ബീജാക്ഷരമാണ്, നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുസ്വാരത്തോടു കൂടിയ ഹ, ര, ഈ എന്നീ വർണ്ണങ്ങൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ കുറിക്കുന്നു എന്നാണ് തന്ത്രശാസ്ത്രം. അങ്ങനെ ഹ്രീം എന്നത് സൃഷ്ടിസ്ഥിതി സംഹാര രൂപമാകുന്ന ദേവിയുടെ ശക്തിമന്ത്രമാകുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പം മറ്റൊന്ന് ഹ്രീ എന്നത് ലജ്ജയാണ്. അപ്പോൾ പാപകർമ്മങ്ങളോടും ജുഗുപ്സാവഹമായിട്ടുള്ള കർമ്മങ്ങളോടും ലജ്ജ തോന്നിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ്. അപ്പോൾ ഈ ലജ്ജാഭാവമാണ് മനുഷ്യൻ ഹീനകർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിനുള്ള പ്രേരണ എന്നാണ്. ആ ലജ്ജ പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിന്നെ എന്ത് നിന്ദ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും അറപ്പുണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ അത്തരം നീചകാര്യങ്ങളിൽ നിന്നും രക്ഷിക്കൊണ്ട് ദേവി ഹ്രീങ്കാരിയാകുന്നു എന്നുള്ളൊരു അർത്ഥം കൂടി നമുക്ക് അതിൽ നിന്ന് ഗ്രഹിക്കാം എന്നുള്ളതാണ്. ഇനി 302 നാമം. ഓം ഹ്രീമതിയേ നമ. ലജ്ജാശീലയായവൾ എന്നാണ്. അപ്പോൾ ഉപാസകൻ്റെ മുന്നിൽ അത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാത്തവൾ എന്നാണ് നാമത്തിൻ്റെ ധ്വനി. ലജ്ജാഭാവം കുലീനതയുടെ മുദ്രയാണ്, സ്ത്രീക്ക് അലങ്കാരവുമാണ്, അല്ലേ? അപ്പോൾ ലൗകികമായി സ്ത്രീക്ക് പ്രകൃതി നൽകിയിട്ടുള്ള രക്ഷാകവചമാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജയോട് കൂടിയവൾ എന്ന നാമത്തിനർത്ഥം. ഇനി 303 നാമം. ഓം ഹൃദ്യായൈ നമ. ഹൃദയത്തിനുള്ളിൽ വസിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ഭക്തൻ്റെ ഹൃദയാന്തർഭാഗത്ത് സദാ ഇണങ്ങി കഴിയുന്നവളാണ് ദേവി എന്നാണ്. അപ്പോൾ ദേവിക്ക് പ്രത്യേകമായിട്ടൊരു വാസസ്ഥാനമില്ല എന്ന് നമുക്കറിയാം. ഭക്തൻ്റെ ഹൃദയകമലമാണ് ദേവിയുടെ വാസസ്ഥാനം. സർവർക്കും ഹൃദ്യയായവൾ എന്നാണ്, അല്ലെങ്കിൽ സർവരെയും ആനന്ദിപ്പിക്കുന്നവൾ. ശത്രുവിനും മിത്രത്തിനും ദേവി ഒരുപോലെ ഹൃദയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ശത്രുവിൻ്റെ ഉള്ളിൽ വിരോധഭാവത്തിലായാലും സദാ ദേവി പ്രകാശിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ശത്രുവിൻ്റെ ഭക്തിക്ക് വിരോധഭക്തി എന്ന് പറയണമെന്ന് മാത്രം. ഇനി 304 നാമം. ഹേയോപാദേയവർജിതായൈ നമ. വിധി നിഷേധങ്ങളും ത്യാജ്യഗ്രാഹ്യങ്ങളും ഇല്ലാത്തവൾ എന്നാണ്. ഹേയം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ഉപാദേയം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടേണ്ടത് എന്നാണ്. അപ്പോൾ വേദോക്തങ്ങളായിട്ടുള്ള വിധി നിഷേധങ്ങൾ സത്യദർശികൾക്ക് ബാധകമല്ല. പ്രപഞ്ചത്തിൽ ഏതും സന്മാത്രാവിലസിതമാകയാൽ പരമാർത്ഥദർശിക്ക് എന്ത് ത്യാജ്യം എന്ത് ഗ്രാഹ്യം എന്നുള്ളതാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോഴും ദേവി എന്നാണ്. 305 നാമം. ഓം രാജരാജാർച്ചിതായൈ നമ. രാജാധിരാജനാൽ പോലും അർച്ചിക്കപ്പെടുന്നവൾ. രാജരാജൻ എന്ന് പറഞ്ഞാൽ മനുവാണ്, കുബേരൻ എന്നൊക്കെ പറയാം. അപ്പോൾ മനുഷ്യരിലെ ആദ്യത്തെ വിവേകിയായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു മനു. മനുഷ്യന് ചിന്താശീലമുണ്ടായ കാലം മുതൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നർത്ഥം. അപ്പോൾ ധനത്തിൻ്റെ അതിനായകനാണ് കുബേരൻ എന്ന് പുരാണങ്ങളിൽ പറയുന്നു. അപ്പോൾ പ്രായേണ ധനമേറും തോറും ഈശ്വരനിൽ നിന്നും അകന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സുഹൃതികൾക്കു മാത്രമേ ധനമേറും തോറും ഈശ്വരനോട് അടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ധനത്തിൻ്റെ അതിനായകനാണ് കുബേരൻ എന്ന് പുരാണം പറയുമ്പോൾ അങ്ങനെയുള്ള കുബേരൻ പോലും ദേവിയെ അർച്ചിക്കുന്നു എന്ന് നാമത്തിനൊരർത്ഥമുണ്ട്. ഇനി 306 നാമം. ഓം രാജ്ഞേ നമ. രാജരാജേശ്വരനായ ശിവൻ്റെ പട്ടമഹിഷി എന്നാണ് നാമത്തിനർത്ഥം.
അതായത് ലോകാധിപത്യം ദേവിയിൽ നിക്ഷിപ്തമാകൊണ്ടും ദേവി രാജ്ഞി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ അദ്വിതീയത്വം, ആജ്ഞാശക്തി, അധീശത്വം, സർവാദരണീയത്വം തുടങ്ങിയിട്ടുള്ള എല്ലാം ഈ നാമം കൊണ്ട് വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി 307 നാമം ഓം രമ്യായേ നമ. രമിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. ദേവിയുടെ സാന്നിധ്യം ഭക്തന്മാരുടെ ഹൃദയത്തെ ആഹ്ലാദഭരിതവും ഉന്മേഷഭരിതവുമാക്കുന്നു എന്നാണ്. ദേവിയുടെ സർവാലങ്കാരയുക്തവും ആപാദമധുരവുമായിട്ടുള്ള ആ സൗന്ദര്യ പ്രഹർഷത്തിന് മറ്റൊരു സാദൃശ്യമില്ല എന്നുള്ളതാണ്. ഇനി 308 നാമം ഓം രാജീവലോചനായേ നമ. രാജീവ സദൃശമായ ലോചനങ്ങളോട് കൂടിയവൾ എന്നാണ്. രാജീവം എന്ന് പറഞ്ഞാൽ താമരയാണ്. മാൻ, മത്സ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ രാജീവം താമര എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ താമരദളം പോലെ നീണ്ടുവിടർന്ന കണ്ണുകളോട് കൂടിയവൾ എന്ന് ഒരർത്ഥം കിട്ടും. മാൻ എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ചഞ്ചലമിഴിയോട് കൂടിയവൾ എന്നും, മത്സ്യം എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയവൾ എന്നും നമുക്ക് അർത്ഥം കിട്ടുന്നതാണ്. ഇതെല്ലാം ദേവിക്ക് ചേരും എന്നുള്ളതാണ്. അപ്പോൾ മത്സ്യം അതിൻ്റെ മുട്ട നോക്കി വിരിയിക്കുന്നത് പോലെ നോട്ടം കൊണ്ട് ഭക്തർക്ക് മുക്തി നൽകാൻ കഴിവുള്ളവളാണ് ദേവി എന്ന് മറ്റൊരർത്ഥം കിട്ടുന്നു. ഇനി അത്യാകർഷകമായ കണ്ണുകളോടുകൂടിയ ദേവീരൂപമാണ് ഭക്തൻ്റെ ഹൃദയത്തെ ഭാവാർദ്രമാക്കുന്നത് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം, അല്ലേ? അത് അനുഭവവേദ്യവുമാണ്. ഇനി 309 നാമം ഓം രഞ്ജിന്യേ നമ. മനസ്സിനെ കുളിർപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. ഭക്തഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കി ഏകതാബോധം സൃഷ്ടിക്കുന്നവൾ എന്നൊരർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സാമൂഹികമായ ഏത് അസമത്വവും ഉച്ചനീചത്വവും ഭക്തിക്ക് മുന്നിൽ അസ്തമിക്കണമെന്നാണ്. അപ്പോൾ ഭക്തിഭാവത്തിന് മാത്രമേ ഹൃദയങ്ങളെ ഏകഭാവത്തിൽ കോർത്തിണക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആ അർത്ഥത്തിലും ദേവി രഞ്ജിനി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പോൾ ഇവിടെ ഭാസ്കരായർ പറയുന്നത് ശുദ്ധ സ്ഫടികതുല്യനായിട്ടുള്ള പരമശിവനെ അരുണവർണ്ണയായ ദേവി സ്വസാന്നിധ്യം കൊണ്ട് മാത്രം ചെമ്പരത്തിപ്പൂവിന് തുല്യമായ നിറത്തിൽ മാറ്റണോ, അതുകൊണ്ട് ദേവി രഞ്ജിനിയാകണോ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാവന. ഇനി 310 നാമം ഓം രമണ്യേ നമ. രമിപ്പിക്കുന്നവൾ എന്നാണ്. സർവസംഘപരിത്യാഗിയായ യോഗനിഷ്ഠനായിരുന്ന പരമശിവനെ രാഗതരളിതനാക്കിയത് ദേവിയാണല്ലോ, അല്ലേ? അതുപോലെ തന്നെ ഭക്തന്മാരുടെ ഹൃദയത്തെയും രമിപ്പിക്കുന്നത് ദേവിയാകയാൽ ദേവി രമണി എന്ന പ്രശംസയ്ക്ക് അർഹ തന്നെയാണ് എന്ന് പറയുന്നു. ഇനി 311 നാമം ഓം രസ്യായേ നമ. രസിക്കുന്നവൾ, രസിക്കപ്പെടേണ്ടവൾ എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞത്. രസോ വൈസ എന്നാണല്ലോ ശ്രുതി പ്രമാണം തന്നെ. ബ്രഹ്മാനന്ദമാണ് രസം എന്ന് പറയുന്നത്. ആ ബ്രഹ്മാനന്ദത്തിൽ സദാ രസിക്കുന്നവളാണ് ദേവി. അതോടൊപ്പം ഭക്തന്മാരെ രസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതാണ് രസ്യ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞത്. ഇനി 312 നാമം ഓം രണക്കിങ്കിണി മേഖലായൈ നമ. ശിഞ്ചിതനാദം മുഴക്കുന്ന രത്നമണികളോടുകൂടിയ ഒഡ്യാണം എന്ന് പറഞ്ഞാൽ അരയിലണിയുന്ന ആഭരണം, അരഞ്ഞാണം എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അണിയുന്നവൾ. ഇത് കച്ചപ്പുറത്താണ് സാധാരണയായിട്ട് അണിയാറുള്ളത് എന്നുള്ളതാണ് ഈ ഒഡ്യാണം എന്ന് പറയുന്നത്. അപ്പോൾ സർവാലങ്കാരയുക്ത എന്നാണല്ലോ ദേവിയുടെ വിശേഷണം തന്നെ. അപ്പോൾ അതേപോലെ ഈ ശിഞ്ചിതനാദം മുഴക്കുന്ന രത്നമണികളോടുകൂടിയ ഈ കച്ചപ്പുറത്ത് ധരിക്കുന്ന അരഞ്ഞാണം ധരിച്ചവൾ എന്നാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. ഈ 313 നാമം ഓം രമായൈ നമ. ലക്ഷ്മീ ദേവിയും സരസ്വതീ ദേവിയുമായി തീർന്നവൾ എന്നാണ്. വിദ്യാസ്വരൂപിണിയായ സരസ്വതിയും നടനപ്രിയയായ ലക്ഷ്മിയും ദേവി തന്നെയാണ് എന്നാണ് നാമത്തിനർത്ഥം. ഇനി 314 നാമം ഓം രാഗേന്ദുവദനായൈ നമ.
പൂർണ്ണചന്ദ്രനെ പോലെ ആഹ്ലാദപ്രദമായ മുഖത്തോടു കൂടിയവൾ എന്നാണ്. രാഗേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ എന്നാണ്. ഇനി 315 നാമം. ഓം രതിരൂപായൈ നമഃ. കാമദേവൻ്റെ പത്നിയാണ് രതീദേവി ഇല്ലേ? അപ്പോൾ രതീദേവിയുടെ രൂപമുള്ളവൾ എന്നാണ് നാമത്തിനർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ആനന്ദം രൂപമെടുത്ത മട്ടിലെ ആരെയും ആനന്ദമൂർച്ച പകരുന്നവൾ എന്നും അതിനൊരു താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ബലവതാമസ്മി കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്നാണ്. അതായത് ബലവാന്മാരുടെ കാമവും രാഗവും കലരാത്ത ബലം ഞാനാകുന്നു. പ്രാണികളിൽ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമവും ഞാനാകുന്നു. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യമാണ് 7-ാമത്തെ അധ്യായത്തിൽ. ഇനി 316 നാമം. ഓം രതിപ്രിയായൈ നമഃ. രതീദേവിയാൽ പരിസേവിക്കപ്പെടുന്നവൾ, രതിയിൽ പ്രിയമുള്ളവൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ശിവൻ്റെ തപസ്സിന് കാമൻ വിഘ്നമുണ്ടാക്കിയതിൽ കോപിഷ്ഠനായ ശിവൻ തൻ്റെ അഗ്നിനേത്രം കൊണ്ട് കാമനെ ചുട്ടരിച്ചു. ഭർതൃവിയോഗത്താൽ ദുഃഖാർത്തിയായിട്ടുള്ള രതി ദേവിയെ വിളിച്ചു വിലപിച്ചു എന്നും അവളിൽ പ്രിയം തോന്നിയ ദേവിയുടെ അനുഗ്രഹത്താൽ കാമനെ രതിക്ക് വീണ്ടും കിട്ടിയെന്നൊക്കെയുള്ള കഥ നമ്മൾ അനുസ്മരിച്ചുല്ലോ. അങ്ങനെ രതിക്ക് പ്രിയപ്പെട്ടവളും രതി പ്രിയങ്കരിയായി തീർന്നവളുമാണ് ദേവി എന്നാണ് നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത്. അപ്പോൾ രതിഭാവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമായിട്ടുള്ള ഒന്നാണ് ഇല്ലേ? അപ്പോൾ ദേവിക്ക് രതിയോട് പ്രിയ തോന്നാൻ കാരണം അതുതന്നെയാണ്. ലോകാനുഗ്രഹ ദക്ഷയാണല്ലോ ദേവിയുടെ ഉദ്ദേശം തന്നെ. അപ്പോൾ അതുകൊണ്ടും രതിപ്രിയയാണ് ദേവി എന്നാണ് താല്പര്യം. ഇനി 317 നാമം. ഓം രക്ഷാകര്യൈ നമഃ. രക്ഷാകർത്രിയായവൾ എന്നാണ്. അതായത് ഭക്തലോകത്തിന് രക്ഷാധികാരിയാണ് ദേവി എന്നാണ്. അപ്പോൾ രക്ഷ ഭസ്മവുമാകാം, ഭസ്മവിഭൂഷിതൻ ആണല്ലോ ശിവൻ. അപ്പോൾ ശിവഭക്തി എന്നും രക്ഷാകരി എന്നും നാമത്തിനർത്ഥമുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഭസ്മീകരിക്കുന്നവൾ എന്നും ഒരർത്ഥം നമുക്ക് എടുക്കാം. അപ്പോൾ ഭക്തലോകത്തിൻ്റെ സകല പാപങ്ങളെയും ദുരിതങ്ങളെയും ഭസ്മീകരിക്കുന്ന അനുഗ്രഹശക്തിയും രക്ഷാകരി തന്നെയാണ്. അതാണ് ദേവി എന്നുള്ളതാണ്. ഇനി 318 നാമം. ഓം രാക്ഷസാഗ്നിയൈ നമഃ. രാക്ഷസകുലത്തെ മുച്ചൂടും മുടിക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പം മനുഷ്യരിൽ 2 തരം പ്രവണതകളുണ്ട് ഇല്ലേ? ഒന്ന് ദേവീഭാവത്തോട് ചായ്വുള്ളത്, മറ്റേത് ആസുരീഭാവത്തോട് കൂറുള്ളത്. അപ്പോൾ ആസുരഭാവത്തിൻ്റെ സങ്കല്പത്തിൽ നിഷ്ഫലമായിട്ടുള്ള ആശകളിൽപ്പെട്ട് ഉഴലുന്നവർ എന്നാണ്. അപ്പോൾ നിഷ്ഫലമായ കർമ്മങ്ങളിൽ മുഴുകുന്നവർ, നിഷ്ഫലമായ കഴിവുകളിൽ അഹങ്കരിക്കുന്നവർ, ഹൃദയശൂന്യന്മാർ, ഇങ്ങനെയുള്ളവരാണ് രാക്ഷസന്മാർ ഇല്ലേ? അപ്പോൾ തമോ ഗുണത്തെ ആശ്രയിക്കുന്ന രാക്ഷസന്മാർ ഈശ്വര നിഷേധികളാണ് എന്നാണ്. അപ്പോൾ എന്നാൽ ദൈവീക ഗുണ സമ്പന്നര് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഈ ദൈവീക ഗുണ സമ്പന്നരെ എങ്ങനെയുള്ളവരാണെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ദൈവീക സമ്പത്തിനെ ആശ്രയിക്കുന്നവർ പ്രപഞ്ചത്തിന് കാരണഭൂതനും അച്യുതനുമായ ഈശ്വരനെ അനന്യ തേജസ്സോടുകൂടി ഭജിക്കണു എന്നാണ്. അപ്പോൾ ദൈവീ സമ്പത്തുള്ളവർ സൽക്കർമ്മരതന്മാരായിരിക്കും എന്നാണ്. അപ്പോൾ ഈ 2 പ്രകൃതികളിലും ഈ 2 വിധത്തിലുള്ള ആളുകളും പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ്. അവയിൽ രാക്ഷസീയ വാസനകളെ ഒടുക്കുന്നതാണ് ദേവിയുടെ ശക്തി കൊണ്ടാണ് എന്ന് നമുക്ക് ഈ നാമത്തിലൂടെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഇനി 319 നാമം. ഓം രാമായൈ നമഃ. രമിപ്പിക്കുന്നവൾ എന്നാണ്. മുനിമാരിൽ ആനന്ദം ജനിപ്പിക്കുന്നവളാണല്ലോ ദേവി. അപ്പോൾ ലക്ഷ്മി ദേവിയും രാമ എന്ന് അറിയപ്പെടണമെന്നുണ്ട്. രാമ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ്. പ്രകൃതിയിൽ സ്ത്രീലിംഗവാചികളായി ഏതേത് വസ്തുക്കളുണ്ടോ അതൊക്കെ
ഒക്കെ ദേവിയാണ് എന്നാണ്. പുല്ലിംഗവാചികളായിട്ട് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ശ്രീപരമേശ്വരനാണ് എന്ന് ലിംഗപുരാണത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ സ്ത്രീരൂപമായി എന്തെല്ലാം കാണപ്പെടുന്നുവോ അവയൊക്കെ ദേവിയുടെ വിഭിന്ന രൂപങ്ങളാകുന്നു എന്നാണ് ബ്രഹ്മൈവർത്ത പുരാണത്തിൽ പറയുന്നത്. ഇനി സ്ത്രീകൾ പ്രീതരാക്കപ്പെടുമ്പോൾ ദേവതകൾ പ്രീതരാകുന്നു എന്നാണ്. അപ്പോൾ സ്ത്രീകൾ പ്രകോപിതരാകുമ്പോൾ ദേവതകളും കോപിക്കുന്നു എന്നാണ്. അപ്പോൾ സ്ത്രീ പ്രീതരായാൽ കുലം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു എന്ന് സാരം. അപ്പോൾ സ്ത്രീകൾ അപമാനിതരായാൽ കുലം നശിക്കുകയും ചെയ്യണു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ നാമത്തിലൂടെ. അപ്പോൾ ഇനി 320 നാമം. ഓം രമണലമ്പടായേ നമ. രമണനിൽ, അതായത് ഹൃദയേശ്വരനിൽ തൽപരയായവൾ എന്ന് പറഞ്ഞാൽ ശിവപ്രേമ തൽപര എന്നാണ് നാമത്തിനർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ സ്ത്രീലോകത്തിന് അവരുടെ പതിമാരിൽ ഉലച്ചിലറ്റ ഭക്തിയും പ്രേമവും നിർത്തുന്നവളാണ് ദേവി, അല്ലെങ്കിൽ അത് നിലനിർത്താൻ സഹായിക്കുന്നവളാണ് ദേവി എന്നുകൂടി ഈ നാമത്തിനൊരർത്ഥമായിട്ട് നമുക്ക് സങ്കല്പിക്കാം എന്നുള്ളതാണ്. ഇനി 321 നാമം. ഓം കാമ്യായൈ നമ. കാമിക്കാത്തവൾ എന്നാണ്. മോക്ഷേക്ഷുക്കൾക്ക് മറ്റേതു ദേവതാസങ്കല്പത്തെക്കാളും അഭികാമ്യയായവൾ എന്നാണ്. കാമിക്കത്തക്കവൾ എന്നാണ്. അപ്പോൾ അതാണ് നാമത്തിനർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ദിനാനിത്യദേവതകളിൽ കൃഷ്ണപക്ഷത്തിലെ ദ്വാദശിക്ക് അധിനായിക കാമ്യയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ആ ദേവതയുടെ രൂപത്തിലുള്ളവളെന്നും ഈ നാമത്തിന് അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി 322 നാമം. ഓം കാമകലാരൂപായേ നമ. കാമകല രൂപമെടുത്തവൾ എന്നാണ്. അപ്പോൾ താന്ത്രികമായിട്ട് ബിന്ദുക്കൾ 3 ഈശ്വരൻ, ജഗത്ത്, ജീവൻ അല്ലേ. അപ്പോൾ ഇവയെ കുറിക്കുന്ന ഓരോ ബിന്ദുവും 3 നിന്നും 1 പോയാൽ 2 എന്നത് ഭൗതികമായിട്ടുള്ള കണക്കാണെന്നേ ഉള്ളൂ. ആധ്യാത്മികതയിൽ 3 നിന്നും 1 പോയാൽ 1 ശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. വസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് അല്ലേ പ്രതിബിംബം. ഈശ്വരൻ, വസ്തു, കണ്ണാടി, ജീവൻ. അപ്പോൾ പ്രതിബിംബം, ജഗത്ത്, കണ്ണാടി. അപ്പോൾ കണ്ണാടി മാറ്റിയാൽ വസ്തു മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് പ്രതിബിംബമില്ല, കണ്ണാടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വസ്തുവിൻ്റെ പേരാണ് കാമബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ പേരാണ് കാലബിന്ദു എന്ന് പറയണത്. അപ്പോൾ കണ്ണാടിയുടെ പേരാണ് ജീവൻ. അപ്പോൾ ജീവനെ നാം അന്ധകരണമായിട്ടാണ് അറിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ന അഹങ്കാരമായിട്ട് ജീവനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. ബിന്ദുക്കളെ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറയാറുണ്ട്. അപ്പോൾ വാഗ്ഭവകൂടത്തെ കാമബിന്ദു എന്നും ശക്തികൂടത്തെ കാലബിന്ദു എന്നും നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ കാമബിന്ദു ശിവശക്തി ഐക്യമാണ് അല്ലേ. അപ്പോൾ കലാബിന്ദു രൂപത്തിൻ്റെ പ്രകടിത രൂപമാണ് കാമബിന്ദു എന്നുള്ളതാണ്. അപ്പോൾ അദൃശ്യവും കാമബിന്ദു അദൃശ്യവും കലാബിന്ദു ദൃശ്യവുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന കാമകലാരൂപം എന്നുള്ളതാണ് നാമം. അപ്പോൾ കാമകല കാമശാസ്ത്രമാണ് എന്നാണ്. കാമം പുരുഷാർത്ഥങ്ങളിൽ ഒന്നുമാണ് അല്ലേ. അപ്പോൾ കാമം ശരീരനിഷ്ഠമായ വികാരം മാത്രമല്ല എന്ന് കാണണമെങ്കിൽ സമുന്നതമായിട്ടുള്ള ഒരു മാനസിക നില നമുക്ക് കൈവരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മാംസനിബദ്ധമല്ല രാഗം എന്ന കവിവചനം എന്ന് അവിശ്വസനീയമായിട്ടുണ്ടെങ്കിൽ മനസ്സ് അത്രമാത്രം ദുഷിതമായിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ വിവാഹം. അപ്പോൾ വിവാഹത്തിന് ഗൃഹമേധം എന്നാണ് വാക്ക്. അപ്പോൾ വിവാഹം ഒരു യജ്ഞവുമാണ് ഇല്ലേ. അഗ്നിസാക്ഷിയാകുന്നത് കൊണ്ട് മാത്രമായില്ല, ത്യാഗമാണ് യജ്ഞത്തിൻ്റെ കാമ്പ്. അപ്പോൾ ത്യാഗം അഭ്യസിക്കുന്നവനാണ് വിവാഹം. ശാരീരികമായ
മോഹശമനം മാത്രമല്ല എന്ന് അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് കാമകലാരൂപയാണ് ദേവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യപ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ കാമകലയുടെ ശക്തിയിലുമാണ് അല്ലേ? ഇപ്പോൾ സ്ത്രീ പുരുഷ ആകർഷണം കാമകലയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ കാമകലയുടെ രൂപത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി എന്നുള്ളത് കൊണ്ടാണ് ദേവിക്ക് കാമകലാരൂപ എന്നുള്ള പേര് വരാൻ കാരണം എന്നാണ്. ഇനി 323 നാമം. ഓം കദംബകുസുമപ്രിയായൈ നമഃ. കദംബ പുഷ്പങ്ങളിൽ പ്രിയമുള്ളവൾ എന്നാണ്. കദംബം എന്ന് പറഞ്ഞാൽ കടമ്പ് അല്ല. അപ്പം കടമ്പിൻ്റെ പൂക്കളോട് ദേവിക്കൊരു പ്രത്യേക മമതയാണുള്ളത് എന്നാണ് നാമത്തിലൂടെ വെളിവാകുന്നത്. ഇനി 324 നാമം. ഓം കല്യാണ്യൈ നമഃ. മംഗളപ്രദയായവൾ എന്നാണ്. കല്യം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. കല്യമായ വാണിയോട് കൂടിയവളും കല്യാണിയാണ്. അപ്പോൾ വാണി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. ഇനി 325 നാമം. ഓം ജഗദീകന്ധായൈ നമഃ. ജഗത്തിന് മുഴുവൻ വിത്തായവൾ എന്നാണ്. കന്തം എന്ന് പറഞ്ഞാൽ കിഴങ്ങ്, വിത്ത്, മേഘം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ലോകോൽപ്പത്തിക്ക് ഹേതുഭൂതയാണ് എന്നും ലോകത്തിന് കല്യാണമേഘമായിട്ടുള്ളവളാണ് എന്നും മറ്റും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാലാകാലങ്ങളിൽ ജഗത്തിൻ്റെ നിലനിൽപ്പിന് ജലധാര തൂകി അന്നമരുളുന്നവളും ദേവി തന്നെയാണ്. പർജന്യാദന്ന സംഭവം എന്ന് സ്മൃതി വചനം തന്നെയുണ്ട്. അപ്പോൾ മേഘം എന്ന് പറയുമ്പോൾ കൽപ്പാന്ത മേഘങ്ങളാവാം. അതേപോലെ ആ അർത്ഥത്തിൽ പ്രളയകാരിണിയാണ് ദേവി എന്ന് കിട്ടുന്നു. അങ്ങനെ ജഗത്തിന് കാരണവും നിലനിൽപ്പിന് അന്നവും സംഹാരത്തിന് പ്രളയവും ദേവി തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 326 നാമം. ഓം കരുണാരസസാഗരായൈ നമഃ. കരുണാരസത്തിൻ്റെ കടലായവൾ എന്നാണ്. അരുണാം കരുണാതരംഗിതാക്ഷിയും നമ്മൾ ധ്യാനത്തിൽ അനുസ്മരിച്ചില്ലേ? ദേവിയെ ധ്യാനിച്ചത് അങ്ങനെയല്ലേ? അപ്പോൾ ഒരിക്കലും പറ്റാത്ത കാരുണ്യത്തിൻ്റെ ഉറവാണ് ദേവി എന്ന് താല്പര്യം പറഞ്ഞു. അപ്പോൾ പലപ്പോഴും അഗതികളിൽ ആർദ്രതയോടെയാണ് ദേവി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് പുരാണങ്ങളിലുള്ള കഥകളിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ ഉപാസകന്മാരുടെ കഷ്ടതകളിൽ ദേവി എപ്പോഴും ദയാർദ്രതയോട് കൂടിയിട്ട് അനുഭാവം പ്രദർശിപ്പിക്കുകയും അവരെ കാരുണ്യപൂർവ്വം അനായാസം മോക്ഷമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യണു എന്നാണ്. അപ്പോൾ പണ്ട് ഗുരുക്കന്മാർ ശിഷ്യന് മന്ത്രോപദേശം നൽകി കഴിയുമ്പോൾ ലളിതാ സഹസ്രനാമം മുടങ്ങാതെ ചൊല്ലാനായിട്ട് ഉപദേശിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരുണ്യമൂർത്തിയായ ദേവി ഉപാസകൻ്റെ ക്ഷേമം വേണ്ടവണ്ണം നോക്കിക്കൊള്ളും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കൃഷ്ണൻ ഭക്തന്മാരെ ദുഃഖദുരിതങ്ങളുടെ കയത്തിലിട്ട് മുക്കും, ശ്വാസം മുട്ടിക്കും, പക്ഷെ താഴാതെ കാത്തുകൊള്ളും. അവിടത്തേക്ക് അതൊരു വിനോദമാണ് എന്നാണ്. എന്നാൽ കാരുണ്യമയായിട്ടുള്ള ദേവി തൻ്റെ ഭക്തരെ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ദേവി ഓടിയെത്തുന്നതാണ്. ഒന്നിനും അവരെ മുട്ടിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് ദേവി കരുണയുടെ കടലാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ. ഇനി 327 നാമം. ഓം കലാവത്യൈ നമഃ. കലകളോട് കൂടിയവൾ എന്നാണ്. കലകളും ദേവിയുടെ അംഗങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട് അല്ലേ? കല എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല. ഈ ചന്ദ്രക്കല ചൂടുന്നവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം ഗ്രഹിക്കാം. അപ്പോൾ 64 കലകളും ദേവിയുടെ അംഗങ്ങളാണ് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുമുണ്ട്. ഇനി 328 നാമം. കലാലാപായൈ നമഃ. മധുരമായി അല്ലെങ്കിൽ ഗാനാത്മകമായി സംസാരിക്കുന്നവൾ. കലാലാപനം തന്നെ കലാരൂപങ്ങളാക്കി മാറ്റുന്നവളാണ് ദേവി എന്നാണ്. അപ്പോൾ ഭക്തന്മാർ സ്തുതിപരങ്ങളായിട്ടുള്ള കീർത്തനങ്ങൾ മധുരമായിട്ട് ആലാപനം ചെയ്യുന്നത് ആരെപ്പറ്റിയാണോ ആ ദേവി കലാലാപയാണ് എന്നാണ്. അപ്പോൾ ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ലാല എന്ന് പറഞ്ഞാൽ ഉമിനീര്, ആപ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവൾ എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ പ്രാപിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ്. വായിൽ ഉമിനീര് എത്ര സ്വാഭാവികമായിട്ടുണ്ടാകുന്നോ അതേപോലെ ഭക്തന്മാർക്ക് ബ്രഹ്മപ്രാപ്തി പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നാണ്
നാമത്തിലൂടെ വെളിവാകുന്ന മറ്റൊരു അർത്ഥം. ഇനി 329 നാമം. ഓം കാന്തായൈ നമ. കാന്തിയുള്ളവൾ എന്നാണ്. ഭക്തന്മാർക്ക് അത്യധികം ആകർഷണീയയായവൾ. എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അന്തം എന്ന് പറഞ്ഞാൽ നിർണയം. അപ്പോൾ ദേവി നിഷ്കളബ്രഹ്മം തന്നെയാണ് എന്ന് നിർണയിക്കപ്പെട്ടവളാണ്. ദിനാനിത്യ ദേവതകളിൽ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്ക് അധിനാധികയായിട്ടുള്ളതും കാന്ത എന്ന് പറയുന്ന ദേവതയാണ് അല്ലേ. അപ്പോൾ ആ ദേവതയുടെ രൂപത്തോടു കൂടിയവളാണ് ദേവി എന്നും നാമത്തിന് അർത്ഥമായിട്ട് വരണം. ഇനി 330 നാമം. ഓം കാദംബരി പ്രിയായൈ നമ. കാദംബരി പ്രിയമായിട്ടുള്ളവൾ. കാദംബരി എന്ന് പറഞ്ഞാൽ മധു അല്ലെങ്കിൽ മദ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കാദംബരിക്ക് സാധാരണ മദ്യം എന്ന് പറയാൻ പാടില്ല എന്നാണ്. കാരണം ബ്രഹ്മാനന്ദമാണ് ഇവിടുത്തെ മധു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്രഹ്മാനന്ദത്തിൽ സദാ മുഴുകുന്നവളാണ് ദേവി എന്നാണ്. അപ്പോൾ കദംബ പുഷ്പങ്ങളിൽ നിന്നും എടുക്കുന്ന ഒരു തരം മധുവിനും കാദംബരി എന്ന് പറയാറുണ്ട് എന്ന് പറയണു. അതും ഇഷ്ടപ്പെടുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ആ നാമം എന്തുകൊണ്ടും ദേവിക്ക് ചേരും എന്നാണ്. അപ്പോൾ കാദംബരി എന്ന് പറഞ്ഞാൽ സരസ്വതിയാകാം. സരസ്വതി പ്രിയങ്കരിയായുള്ളവൾ എന്നും നാമത്തിന് അർത്ഥമായിട്ട് വരും. ഇനി 331 നാമം. ഓം വരദായൈ നമ. വരങ്ങൾ നിർലോഭം പ്രദാനം ചെയ്യുന്നവൾ. ബ്രഹ്മാവിനും വിഷ്ണുവിനും ഭക്തന്മാർക്കും വരത്തെ നൽകുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. ഭക്തജനങ്ങൾക്ക് ശ്രേഷ്ഠതരമായത് ഏതും പ്രദാനം ചെയ്യുന്നവളാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് അല്ലേ. അങ്ങനെ മോക്ഷസ്വരൂപമായ വരത്തെ നൽകുന്നവൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൗഭാഗ്യഭാസ്കരത്തിൽ പറയണത് വരാർത്ഥിഭ്യ സുരാദിഭ്യ കാമാൻ പൂരയതീശ്വരി ധാതുർ വ്യഞ്ജവരേണ പ്രോക്ത തേന സ വരദാ സ്മൃത എന്നാണ്. വ്യഞ്ജധാതുവിന് വരിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ആ ധാതുവിൽ നിന്നും നിഷ്പന്നമായ രൂപമാണ് വരദ എന്നാണ്. അപ്പോൾ അർത്ഥികളായിട്ടുള്ള ദേവന്മാർക്ക് സകല കാമങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നത് കൊണ്ട് ദേവി വരദ എന്ന പേര് പ്രസിദ്ധമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ വരദേ കാമരൂപിണി എന്നാണല്ലോ ദേവിയെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആചാര്യൻ സൗന്ദര്യലഹരിയിലും ഇത് തന്നെയാണ് പറയുന്നത്. ത്വതന്യ പാണിഭ്യാമഭയവരദോ ദൈവതഗണ ത്വമേകാനൈവാസി പ്രകടിതവരാഭിത്യഭിനയ ഭയാത്രാതും ദാതും ഫലമഭിജവാഞ്ചാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണവും എന്നാണ് സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമി പറഞ്ഞിട്ടുള്ളത്. അതായത് സകല ലോകങ്ങൾക്കും ശരണപ്രദയായ അല്ലയോ ദേവി. മറ്റു ദേവസമൂഹങ്ങൾ കൈകളെ കൊണ്ടാണ് അഭയവും വരദവും പ്രദാനം ചെയ്യുന്നത്. ഒരു കൈ കൊണ്ട് അഭയമുദ്രയും മറു കൈ കൊണ്ട് വരദമുദ്രയും ധരിച്ചാണ് മറ്റു ദേവന്മാരിയ്ക്കുന്നത്. അങ്ങനെ ഒരു മുദ്ര പ്രകടിപ്പിക്കാതെ തന്നെ ആഗ്രഹത്തിൽ കവിഞ്ഞ ഫലങ്ങൾ ഭക്തജനത്തിന് നൽകാൻ ദേവി അവിടുത്തെ പാദങ്ങൾ തന്നെ സമർത്ഥങ്ങളായിരിക്കുന്നു എന്നാണ്. ദേവീ പൂജ നവമിയിലെ ഏറെ വിശേഷമാണെന്നും കാണുന്നുണ്ട്. അപ്പോൾ മറ്റു ദിവസങ്ങളിൽ ഫലശൂന്യതയുണ്ട് എന്നുള്ളതല്ല, ഏറെ ഫലം എന്നേ അതുകൊണ്ട് അർത്ഥമായിട്ട് വരുന്നുള്ളൂ എന്നാണ്. അതായത് നവമ്യാം ച സദാപൂജ്യ ഇയം ദേവി സമാധിന വരദ സർവലോകാനാം ഭവിഷ്യതി ന സംശയ എന്നാണ് അതിൻ്റെ പ്രമാണം പറയുന്നത് തന്നെ. ഇനി 332 നാമം. ഓം വാമനയനായൈ നമ. വാമം എന്ന് പറഞ്ഞാൽ മനോഹരം എന്നാണ്. അപ്പം മനോഹരങ്ങളായ നയനങ്ങളോട് കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം പറഞ്ഞത്. അപ്പോൾ നയനം എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്, നയിക്കുന്നത് എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ കണ്ണാണല്ലോ പ്രായേണ നമ്മളെല്ലാവരെയും നയിക്കണേതും. ഇപ്പോൾ പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുന്നവളാണ് ദേവി എന്നും ഈ നാമത്തിന് നമുക്കൊരർത്ഥം എടുക്കാം എന്നാണ്. ഇനി വാമം എന്ന് പറഞ്ഞാൽ ഇടത്തേത് എന്നൊരർത്ഥമുണ്ട് അല്ലേ.
അപ്പോൾ ഇടതുഭാഗ ക്രമാരാധന എന്നൊരു ഉപാസനാവിധി ഉണ്ട് എന്നാണ്. ആ ഉപാസനാവിധി അനുസരിച്ച് ആരാധിക്കപ്പെടുന്നവൾ എന്നും ഉപാസനാമാർഗത്തിലേക്ക് നയിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ വാമാചാരന്മാരുടെ കണ്ണായുള്ളവൾ എന്നും ആ നാമത്തിന് അർത്ഥമുണ്ട് എന്നാണ്. അതായത് ദേവി ഉപാസകന്മാരെ വാമാചാരന്മാർ എന്ന് പറയാറുണ്ട്. വാമം എന്ന് പറഞ്ഞാൽ തന്ത്രീഫലം അഥവാ കർമ്മഫലം എന്നൊരർത്ഥമുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ ഉദാസീനതയാണ്. അപ്പോൾ ഉദാസീനതയാണല്ലോ ജീവിതത്തെ പാപങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നന്മയോടും സത്യത്തോടുമുള്ള ഉദാസീനതയാണ് ഇവിടെ വിവക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ അനിവാര്യ ഫലങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നതും ദേവി തന്നെയാണ്. കാരണം നന്മയ്ക്കും തിന്മയ്ക്കും ദേവി തന്നെയാണ് ഹേതു എന്നുള്ളതാണ്. അപ്പോൾ വാസനയാണ് മനുഷ്യനെ നന്മയിലേക്കും തിന്മയിലേക്കും തള്ളിവിടുന്നത്. അപ്പോൾ വാസന കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാസനയോ കർമ്മമോ ആദ്യം എന്ന ചോദ്യം വൃക്ഷമോ വിത്തോ കാരണവസ്തു എന്ന് ചോദ്യം നമ്മൾ ചോദിക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ്. അവ്യക്തം എന്നാണ് ശാസ്ത്രം, അനാവസ്ഥ എന്ന കണ്ണിക്ക് പറയുന്ന സംജ്ഞ തന്നെ. അപ്പോൾ വാമാചാരന്മാരായ ഉപാസകന്മാരെ നേർവഴിക്ക് നയിക്കുന്നതും ദേവി തന്നെയാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ നാമത്തോട് കൂടിയിട്ട് ഇന്നത്തെ സർഗം നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം ബാക്കി ആരംഭിക്കാം. സ്വാമിയേ ശരണയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ. ഓം.